അയ്യോ, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില വണ്ടിക്ക് ഇങ്ങനത്തെ ബ്രേക്ക് കാലിപ്പർ ഉള്ളതെങ്കിൽ ചില വണ്ടിക്ക് ഇങ്ങനെ ബ്രേക്ക് കാലിപ്പർ ഇരിക്കുന്നതെന്ന്? ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ കാലിപ്പർ ആയിരിക്കും. ഇതിനാണ് പറയുന്നത് ആക്സിയൽ കാലിപ്പർ എന്ന്. പക്ഷേ കൂടിയ ബൈക്കുകളിൽ ഇരിക്കുന്നത് ഇങ്ങനത്തെ കാലിപ്പർ ആയിരിക്കും. അതെന്തിട്ടാ? ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഡിസ്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ബാക്കിയെല്ലാം റേഡിയൽ കാലിപ്പർ ഫസ്റ്റ് ഉണ്ടാക്കിയത് റേസിങ്ങിന് വേണ്ടിയാണ്. റേസിങ്ങായിട്ട് നല്ല ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് കൂടിയ വണ്ടിയിലെല്ലാം പ്രതീക്ഷിക്കുന്നതും റേഡിയൽ കാലിപ്പറാണ്. പക്ഷേ വൈ, എന്തിനാണ് അങ്ങനെ ചെയ്യണത്? സോ അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അതായത് ഈ റേഡിയൽ കാലിപ്പർ കണക്ട് ചെയ്തിരിക്കുന്നത് ടയറിൻ്റെ പാരലായിട്ടാണ്. അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഹാർഡ് റാക്കിംഗ് ടൈമിൽ ഇത് നല്ല സ്റ്റിഫായിട്ടിരിക്കും. മറ്റേ ആക്സിയലിനെ പോലെ ചെറിയ പ്ലേ വരത്തില്ല. ആക്സിയൽ കാലിപ്പേഴ്സിന് ചെറിയൊരു പ്ലേ വരും. ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലായതുകൊണ്ട് പ്ലേ വരത്തില്ല. അതുകൊണ്ട് ബെറ്റർ ബ്രേക്കിംഗ് കിട്ടും. അതിനുകൊണ്ടാണ് ഓബിയസ്ലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൈക്കുകളിൽ റേഡിയൽ കാലിപ്പർ യൂസ് ചെയ്യണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ റേഡിയൽ കാലിപ്പർ ഇത്രയും ബെറ്റർ ആവാൻ കാരണം വർഷങ്ങളായിട്ട് റേസിൽ അവർ നടത്തിയ ആ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റാണ്. ആക്സിയൽ കാലിപ്പറിനെ റേസിൽ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിനത്ര റീസർച്ച് നടത്തിയിട്ടില്ല, അതത്രയും ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ മെറ്റീരിയൽസൊക്കെ റേഡിയൽ കാലിപ്പർ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അതുകൊണ്ടാണ് റേഡിയൽ കാലിപ്പർ ഇത്രയും ഇമ്പ്രൂവ് ആയതും ടൈം ടു ടൈം ഇമ്പ്രൂവ് ആയതും ആക്സിയൽ കാലിപ്പറിന് അത്ര ഇമ്പ്രൂവ്മെൻറ്റ് വരാത്തത്. പക്ഷേ രണ്ടും ആക്സിയൽ കാലിപ്പർ അതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്ര നല്ല ഇത് തരുന്നുണ്ട്. റേഡിയൽ കാലിപ്പർ അത്രയും ടോപ്പ് വണ്ടികൾക്ക് അത്രയും ആവശ്യമുള്ളത് കൊണ്ട് കൊടുക്കുന്നു.